ട്രോപ്പിക് ഹോർമോൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ഗോണഡോട്രോപിക് ഹോർമോൺസ് എന്ന് പറഞ്ഞു. ആ ഓരോന്നിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറയാം. അതിൽ ഫസ്റ്റ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH. ഈ FSH ആക്ട് ചെയ്യുന്നത് പ്രൈമറി സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ടെസ്റ്റിസിലും ഓവറിയിലുമാണ്. പിന്നെ സെക്ഷുവലി മെച്ചുവേർഡായിട്ടുള്ള ഫീമെയിൽസിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ മെച്ചുറേഷനാണ് ഇൻ അസോസിയേഷൻ വിത്ത് LH ലൂട്ടനൈസിങ് ഹോർമോൺ, അടുത്ത ഹോർമോണാണ്. ഇതിന് രണ്ടിനും ഉണ്ട് ഈ ഫങ്ഷൻ എന്നുള്ളതാണ്, മെച്ചുറേഷൻ ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ്. അതേപോലെ ഇത് ഓവുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതേപോലെ ഫീമെയിൽ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യും. ഓവുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഫീമെയിൽ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ സെക്ഷലി മെച്യൂർ മെയിൽസിൽ FSH സ്പെർമാറ്റോജെനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ടെസ്റ്റോസ്റ്റിറോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്, അസോസിയേഷൻ വിത്ത് ടെസ്റ്റോസ്റ്റിറോൺ. FSH സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, ഇനി അടുത്ത ഹോർമോൺ ല്യൂട്ടിനൈസിങ് ഹോർമോണാണ് LH. ഇത് ഫീമെയിൽസിലെ ഈസ്ട്രോജൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു ഓവുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ വേറെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോനെ ഇംപ്ലാന്റ് ചെയ്യൂലേ, ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ പോയിട്ട് യൂട്രൈൻ വാളിൽ പോയിട്ട് ഇംപ്ലാന്റ് ചെയ്ത് നിൽക്കുന്ന ആ ഇംപ്ലാന്റേഷൻ പ്രോസസ്സിനെ സഹായിക്കും. പിന്നെ അതേപോലെ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷന്, പിന്നെ അതേപോലെ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫോർമേഷൻ, ഫങ്ഷനിങ്, പിന്നെ അതേപോലെ മാമറി ഗ്ലാൻസിൻ്റെ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മാമറി ഗ്ലാൻസിൻ്റെ മെച്ചുറേഷൻ. പിന്നെ മെയിൽസിലെ ഈ ഒരു ഹോർമോണ് അറിയപ്പെടുന്നത് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ്, ICSH. ഇൻഡസ്ട്രീഷ്യൽ സെൽസ്, അതായത് ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന ICSH. ഇത് സ്പെർമാറ്റോജെനിസിസ് ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് സ്റ്റിമുലേറ്റ് ചെയ്യും. അതേപോലെ മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസിൻ്റെ പ്രൊഡക്ഷനും സ്റ്റിമുലേറ്റ് ചെയ്യും, അതിന് പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യും. ഇത് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സാണ്. സ്പെർമാറ്റോജെനിസിസ് അത് സെമിനിഫറസ് ട്യൂബ്യൂളിലാണ് നടക്കുന്നത്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അതേപോലെ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇതാണ് ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ഫങ്ഷൻ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LTH ആണ്. LTH എന്ന് പറഞ്ഞാൽ ലൂട്ടിയോട്രോപിക് ഹോർമോണാണ്. ഇതിനെ പ്രൊലാക്റ്റിൻ എന്നും വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ, അതല്ലെങ്കിൽ ആക്ടോജനിക് ഹോർമോൺസ് എന്നും, അതല്ലെങ്കിൽ മാമോട്രോപിക് ഹോർമോൺസ് എന്നും വിളിക്കുന്നുണ്ട് MTH. ഏതൊക്കെ മനസ്സിലല്ലേ? പ്രൊലാക്റ്റിൻ, ലാക്ടോജനിക് ഹോർമോൺസ്, മാമോട്രോപിക് ഹോർമോൺസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് ചില ഹോർമോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇത് മിൽക്ക് പ്രൊഡക്ഷനെ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ മാമറി ഗ്ലാൻസിൽ നിന്നുള്ള മിൽക്ക് പ്രൊഡക്ഷനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ടാണ് ഇത് മാമോട്രോപിക് ഹോർമോൺസ് എന്നൊക്കെ പറയുന്നത്. പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിൽക്ക് ഹോർമോൺ എന്നാണ് അവിടെ. അപ്പോൾ ഇത് മിൽക്ക് പ്രൊഡക്ഷൻ, മാമറി ഗ്ലാൻസിൽ നിന്ന് മിൽക്ക് പ്രൊഡക്ഷൻ, അതേപോലെ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫങ്ഷണൽ സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഈ ശരിക്കും മിൽക്ക് മാമറി ഗ്ലാൻഡിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമിക് ഹോർമോണായിട്ടുള്ള ഓക്സിറ്റോസിനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്സിറ്റോസിൻ്റെ ഫങ്ഷനാണ്. പിന്നെ അതിൻ്റെ ഇജക്ഷൻ, പിന്നെ സെക്രീഷൻ ആൻഡ് ഇജക്ഷൻ ഓഫ് മിൽക്ക് ടുഗദർ ഫ്രം ലാക്ടേഷൻ, അത് നടക്കുന്നത് നമ്മൾ പറഞ്ഞു ഓക്സിറ്റോസിൻ്റെ ഫങ്ഷനും കൂടെയാണ്. പിന്നെ പ്രൊലാക്റ്റിൻ്റെ സെക്രീഷൻ ഗവേൺ ചെയ്യുന്നത് 2 ഹൈപ്പോതലാമിക് ഹോർമോൺസാണ്. അതിലൊന്ന് പ്രൊലാക്റ്റിൻ റിലീസിങ് ഫാക്ടർ PR7ഉം, പിന്നെ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഫാക്ടർ PI7ഉം. അതായത് നമ്മൾ പറഞ്ഞ പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോണും പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോണും, അതിൻ്റെ ഫാക്ടേഴ്സ് അതാണ് പ്രൊലാക്റ്റിൻ റിലീസിങ് ഫാക്ടർ PR7ഉം പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഫാക്ടർ PI7ഉം. ഇത് രണ്ടും കൂടെയാണ് ഇതിൻ്റെ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ MSH. MSH സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷന് നമുക്കറിയാം മെലാനിൻ എന്ന് പറഞ്ഞ
കെമിക്കലാണ് നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷന്, കളറ്, സ്കിന്ന്, അതായത് നമ്മൾ കറുത്ത ആളാണോ വെളുത്ത ആളാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ സിന്തസിസ്, അതേപോലെ ഡിസ്പേർഷൻ ഓഫ് മെലാനിൻ ഗ്രാന്യൂൾസ് ഇൻ മെലാനോസൈറ്റ്. മെലാനോസൈറ്റിൽ മെലാനിൻ ഗ്രാന്യൂൾസിൻ്റെ സിന്തസിസ്, അതേപോലെ അത് ഡിസ്പേഴ്സ് ആവുക, എല്ലായിടത്തേക്ക് എത്തുന്ന ആ ഒരു ഡിസ്പേർഷൻ പ്രോസസ്സ്, ഈ പ്രോസസ്സിനെയൊക്കെ ഇത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. പിന്നെ ഈ ഒരു MSHൻ്റെ സെക്രീഷൻ ഗവേൺ ചെയ്യുന്നത് 2 ഹൈപ്പോതലാമിക് ഹോർമോൺസാണ്. അതിലൊന്ന് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് റിലീസിങ് ഹോർമോൺ, മറ്റേത് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഓക്കെ, മെലാനോസൈറ്റിൻ്റെ റിലീസിങ് ഹോർമോൺ ഉണ്ട്, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് റിലീസിങ് ഹോർമോണും മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഇൻഹിബിറ്റിംഗ് ഹോർമോണും. ഈ ഹോർമോണിൻ്റെ പേര് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഓക്കെ, അപ്പോൾ അതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വരുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് എന്നുള്ളതായിരുന്നു.